ഈ സെൻസർ ബോർഡിലുള്ള ഒരാൾ, അദ്ദേഹത്തിന് സ്റ്റാർ ഹെൽത്തിലാണ് ജോലി. അദ്ദേഹം നഗരത്തിൽ, തിരുവനന്തപുരം നഗരത്തിൽ ഒരു വലിയ വീട് വയ്ക്കുകയും അതിൻ്റെ EMI ആയി, ഹോം ലോൺ EMI ആയി അടയ്ക്കുന്നത് 60,000-ൽ പരം രൂപയുമാണ് എന്നാണ്. അപ്പോൾ അവിടെയും ചില ആൾക്കാർ ചോദിക്കുന്നത് സംശയമുണ്ട് എന്നാണ്. അപ്പോൾ ഇദ്ദേഹത്തെയും നിർദ്ദേശിച്ചതാരാണ്? തപസ്യയാണ്. അപ്പോൾ ഇവിടെ കൃത്യമായി ഇങ്ങനെ ജനങ്ങളെ തമ്മിലടുപ്പിക്കുന്ന ചിത്രങ്ങൾക്ക് ഒരു നിയന്ത്രണവുമില്ലാതെ പ്രദർശനാനുമതി നൽകുന്ന ഏതെങ്കിലും തരത്തിലുള്ള ഇടപെടൽ നടന്നിട്ടുണ്ടെങ്കിൽ അവിടെ ഏതെങ്കിലും തരത്തിൽ പണം വാങ്ങിയോ അല്ലെങ്കിൽ ഏതെങ്കിലും തരത്തിൽ സ്വാധീനത്തിന് വഴങ്ങിയോ ഇതിൻ്റെ സെൻസർഷിപ്പിന് പിന്നിൽ പ്രവർത്തിക്കുന്ന, അതായത് സെൻസർ ബോർഡ് അംഗങ്ങൾ പ്രവർത്തിച്ചിട്ടുണ്ടെങ്കിൽ അവിടെ അന്വേഷണം നടക്കണം. അത് സത്യം പുറത്തു വരേണ്ട ഒരു കാര്യം തന്നെയാണ്. അപ്പോൾ ഇതാണ് ഈ 17 സംഭവങ്ങൾ. അപ്പോൾ ഇനിയിപ്പോൾ ഈ 17 സീനുകൾ വോളണ്ടറി മോഡിഫിക്കേഷൻ എന്നാണ് പറയുന്നത്, അതായത് സ്വമേധയാ അവർ തയ്യാറാക്കി. പക്ഷേ അങ്ങനെയല്ല എന്നുള്ള ഒരു സൂചനയും ചില കേന്ദ്രങ്ങളിൽ നിന്നൊക്കെ കിട്ടുന്നുണ്ട്. അതിന് നമുക്ക് സ്ഥിരീകരണമില്ല. ഇന്നിപ്പോൾ രാജീവ് ചന്ദ്രശേഖർ പറഞ്ഞ വാക്കുകളിൽ നിന്ന് തന്നെ വ്യക്തമാണ്. കാരണം കൃത്യമായ ഇടപെടലുകൾ കേന്ദ്രത്തിൽ നിന്ന് അല്ലെങ്കിൽ കേന്ദ്ര സെൻസർ ബോർഡിൽ നിന്നോ അല്ലെങ്കിൽ അത്തരത്തിലുള്ള അടിസ്ഥാനപരമായിട്ടുള്ള കാര്യങ്ങളിൽ നിന്നോ ഉണ്ടാകാനുള്ള സാധ്യത കൂടുതലാണ്.